നമ്മുടെ വെണ്ടയ്ക്ക ഉണ്ടോ, നമ്മൾ 2 ദിവസം പറിക്കാതെ നിന്ന് പോയാൽ പെട്ടെന്ന് അങ്ങ് മുറ്റിപ്പോവും. അപ്പം നാളെ നമുക്ക് വെണ്ടയ്ക്കയും ഉള്ളിയും എല്ലാം കൂടെ ഇട്ടൊരു വറുത്തരച്ച തീയൽ വയ്ക്കാം അല്ലേ. വറുത്തരച്ച തീയൽ വയ്ക്കാൻ ഈ വെണ്ടയ്ക്കാണ് ബെസ്റ്റ്. നമ്മളെ മറ്റേ സാധാ വെണ്ടയ്ക്കയാകുമ്പോൾ പെട്ടെന്ന് ഒരു ഇതായിപ്പോവും. അപ്പോൾ ഇതാകുമ്പോൾ നല്ലതായിട്ട് നിൽക്കും. കണ്ടോ, അടുത്ത ആളെന്താ പറിക്കാറായി തോന്നുന്നു. ഇതും കൂടെ പറിച്ചേക്കാം, എന്നാലേ തികയത്തുള്ളൂ. പക്ഷെ ഇതിന് ഇച്ചിരി കൂടെ വലുതാവാനുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ വിത്തെടുത്ത് എനിക്ക് കുറച്ച് വെണ്ട വയ്ക്കണം. ഇതാകുമ്പോൾ നമുക്ക് ഒത്തിരി ഒന്നും വേണ്ട, ഒരു 5 വെണ്ട വെച്ചാൽ മതി. നമ്മൾ ആവശ്യത്തിനുള്ള ധാരാളം കിട്ടും. വേണ്ട, അടുത്ത വെണ്ടയ്ക്ക വരുന്നുണ്ട്. അടുത്തതാ ഇവിടെ കണ്ടോ, ഇവിടെ നിൽപ്പുണ്ട്. കൊള്ളാം. എന്തായാലും ഞാൻ ഇതിന് മുന്നെയൊക്കെ വെച്ചിട്ടുള്ള നമ്മുടെ സാധാരണ വെണ്ടയാണ്. ഇപ്പോൾ ഓണത്തിന് വെച്ചത് എനിക്ക് നന്നായിട്ട് അങ്ങ് ശരിയായിട്ട് കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ വിഷമം ഞാൻ ഇതുകൊണ്ട് അങ്ങ് തീർത്ത്. അപ്പോൾ ഈ വെണ്ടയ്ക്ക കണ്ടപ്പോൾ സന്തോഷമായി. ഒരു കയ്യിൽ മൊബൈലിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയായിട്ട് കറക്കുന്നത്. ഇന്നും പൊന്നും ഇവിടെ കളിയില്ല, ഇപ്പോൾ വിളിച്ചാൽ വരത്തില്ല. അങ്ങനെ നമുക്ക് നല്ല 3 വെണ്ടയ്ക്ക കിട്ടി. വേണ്ട, ഇത് മതിയല്ല നാളത്തേക്ക് കറിക്ക് ധാരാളം. വറുത്തരച്ച കറിയാവുമ്പം നമുക്ക് 2 നേരം എടുക്കുകയും ചെയ്യാം. അപ്പോൾ ദോശയുടെ കൂടെയൊക്കെ അത്യാവശ്യം നമുക്ക് കഴിക്കുകയും ചെയ്യാം. ഇവിടെ പച്ചക്കറി കറി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. മക്കൾ ചിലതൊക്കെ അവിയലൊക്കെ കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ പിന്നെ ചോറിൻ്റെ കൂടെയൊക്കെ അറിയാതെ നമ്മുടെ അടുത്ത് കുഴച്ചൊക്കെ കൊടുത്താൽ കഴിക്കും എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അത് നമ്മുടെ ഇവിടെ വേറെ മറ്റുള്ളവർക്കെല്ലാം ഏത് പച്ചക്കറി കറിയായിരുന്നാലും നമ്മൾ കളയാറേ ഇല്ല. പിറ്റേ ദിവസമായാലും കഴിച്ചോളൂ ഇവിടെ.